പയർ മുളപ്പിക്കാൻ വേണ്ടി ഞാൻ പയർ പുറത്തെടുത്ത് വെച്ചേക്കട്ടോ. ഒരു വട്ടം ഞാൻ വെള്ളത്തിൽ സോക്ക് ചെയ്തിട്ടാണ് സീവറിലേക്ക് എടുത്തിട്ടത്. അത് യൂട്യൂബിലൊക്കെ നോക്കിയിട്ടാണ് സെറ്റ് ചെയ്തത്. പിന്നെ നമ്മൾ മസാലകളൊക്കെ എടുത്ത് വെച്ചിരിക്കുന്നത്, പിന്നെ ഇൻഗ്രീഡിയൻസ് ഒക്കെ സെറ്റാക്കി വെച്ചിട്ടാണ് നമ്മൾ ബീഫിലേക്ക് എടുക്കുക. ഈ ബീഫ് കറി നമ്മൾ തീരെ പ്ലാൻ ചെയ്യാണ്ടായിരുന്നു, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കുന്നത് കേട്ടോ. കാണുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ടെങ്ങാൻ എല്ലാം ഒന്ന് സെറ്റാക്കി സോർട്ട് ചെയ്ത് വന്നപ്പോൾ ഉണ്ടല്ലോ നല്ലൊരു മണമൊക്കെ ഉണ്ടായിരുന്നു. മണം അടിച്ചപ്പോൾ ഞങ്ങൾക്ക് കുറച്ചൊരു ഹോപ്പ് വന്നാൽ നന്നാവാൻ മതി എന്നുള്ളൊരു ഹോപ്പ്. അങ്ങനെ ഞങ്ങൾ ബീഫ് റോസ്റ്റിൻ്റെ പൊടികളൊക്കെ ഇട്ടെങ്ങാൻ സെറ്റാക്കി ഗൈസ്. ഉള്ളിയൊക്കെ റോസ്റ്റായി വന്നിട്ടുണ്ട്. ബീഫൊക്കെ ഇട്ട് നമ്മൾ ഇളക്കി മറിച്ച് അങ്ങനെ ഫുള്ളിട്ട് ഇളക്കി നമ്മൾ വിസിലൊരു 5-6 വിസിൽ. അത് യൂഷ്വലി ഡിപ്പെൻഡ് ചെയ്യുന്നത് ബീഫിൻ്റെ വേവ് അനുസരിച്ചിട്ടാണല്ലോ. അപ്പോൾ അതൊരു 5-6 വിസിലൊക്കെ അടിച്ച് പിന്നെ നമ്മളെ ബ്രെഡ് വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കഴിച്ച് നോക്കിയിട്ട് ഒരു രക്ഷയില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു.